വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഒരു എൻഗേജ്മെൻറ്റ് യാത്രയാണ്. നമ്മുടെ അന്നൊരു ടൂർ വ്ളോഗ് ഇട്ടില്ലേ, അതിലുള്ള ഒരു അണ്ണൻ്റെ എൻഗേജ്മെൻറ്റ് വീഡിയോ ആണ്. അത്യാവശ്യം 1.5 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ടായിരുന്നു, തമിഴ്നാട്ടിലോട്ടാണ്. അപ്പോൾ നമുക്കായിട്ടൊരു ടൂറിസ്റ്റ് ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ കയറിയ പാടെ തന്നെ നമ്മളെ സേട്ടന്മാർ പണി തുടങ്ങി. അടിപൊളിയായിട്ട് കളികളായിരുന്നു മക്കളെ. എൻ്റെ പുള്ളിക്കാരൻ ഒതുങ്ങിയിരുന്നു, കാരണം വരുമ്പോൾ കളിക്കാം അല്ലെങ്കിൽ വേർത്തൊലിഞ്ഞ് ഇരിക്കുമെന്ന് പറഞ്ഞ് ആളോ സൈഡ് ഒതുങ്ങി. ബാക്കി ചേട്ടന്മാരെല്ലാവരും അടിച്ച് പൊളിക്കായിരുന്നു മക്കളെ. എന്തു പറയാം, അവർക്ക് എൻഗേജ്മെൻറ്റ് കൂടണമെന്നൊന്നുമില്ല, അടിച്ചു പൊളി അതാണായിരുന്നു. ഒരു സമയം പോയത് അതൊന്നും അറിഞ്ഞില്ല. അയ്യോ, എന്താ പറയുക, ആ 1.5 മണിക്കൂർ ആ വണ്ടിയിൽ ഇരുന്നതേ അറിഞ്ഞില്ല. പെട്ടെന്ന് ടൈം പോയി. എന്താ പറയുക, അതിനും മാത്രം എൻ്റെ അകത്ത് എൻജോയ്മെൻ്റ് ഉണ്ടായിരുന്നേ. സത്യം പറയാമല്ലോ, എൻ്റെ ലൈഫിൽ നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെയൊക്കെ പോകുന്ന ഫസ്റ്റ് ടൈമാണ്. എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ പോലും നമ്മളിങ്ങനെ ഫാമിലിയായിട്ട് ഇങ്ങനെ എൻഗേജ്മെൻറ്റിന് പോകണമെങ്കിൽ നമ്മൾ തനിയെ പോവും, തനിയെ തിരിച്ച് വരും. അപ്പം മാരേജ് കഴിഞ്ഞിട്ടായിരുന്നാൽ പോലും ഫാമിലിയോടായിരുന്നാൽ പോലും ഞാൻ അമ്മയുടെ ഫാമിലിയോട് അധികം അങ്ങനെ പോകാറില്ല. ചേട്ടൻ്റെ ഫാമിലിയിലോട്ട് വന്നിരുന്നാൽ പോലും ഇത്ര എൻജോയ്മെൻ്റ് ഇല്ല. അവരൊക്കെയാണെങ്കിൽ ഒരു സൈലൻ്റായിട്ട് ഇപ്പോൾ ചേട്ടൻ്റെ കസിൻസ് ആയിരുന്നാലും അണ്ണന്മാരൊക്കെ ആയിരുന്നാൽ പോലും ഒരു സൈഡിൽ ഒതുങ്ങി അവരവരുതായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ വന്നപ്പോൾ എന്താ പറയുക, എല്ലാവരും ഒരേ വൈബ്, എന്താ പറയുക, ഒരു ഫാമിലി മാതിരി ഉണ്ടായിരുന്നു മക്കളെ. എന്താ പറയുക, ഞാൻ സത്യം പറഞ്ഞ ഒരു എൻജോയ് ചെയ്ത് ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക, എനിക്കത് പറയാൻ അറിഞ്ഞൂടെ, ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അന്ന് ആ ടൂറിന് പോയിരുന്നില്ലെങ്കിൽ ഇവരെനിക്ക് അത്രയും മിസ് ചെയ്യും. അതേമാതിരി ആയിപ്പോയി എനിക്ക്. അവർക്കറിയാം ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടും. എടുക്കുമ്പോഴൊക്കെ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു അവരൊക്കെ. അപ്പോൾ അതൊക്കെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. എൻ്റെ ഫാമിലിയിലായിരുന്നാൽ പോലും എനിക്ക് വീഡിയോ എടുക്കുമ്പോഴൊക്കെ അവരൊക്കെ ഒരുമാതിരി ഒരു പുച്ഛഭാവത്തോടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നോക്കുന്നത്. നമ്മളൊക്കെ ഒന്ന് അറിഞ്ഞുകൂടായിരുന്നിട്ട് പോലും എന്തോ പറയുക, അത്യാവശ്യം നമ്മൾ ഒരു 3 ദിവസത്തെ ടൂറിൽ നമ്മൾ പരിചയപ്പെട്ടു. അതിനുശേഷം നമ്മളെ എൻഗേജ്മെൻറ്റിന് വിളിക്കുന്നു. അതൊക്കെ എനിക്ക് എന്തോ ഒരു വലിയൊരു ഒരു ഫാമിലി കിട്ടിയൊരു സ്വർഗം പോലെയായിരുന്നു. അങ്ങനെ കഥ പറഞ്ഞതാ, അവിടെ മോതിരം മാറ്റലൊക്കെ കഴിഞ്ഞായിരുന്നു. സമയം പോയതേ അറിഞ്ഞില്ല. അവിടെ ഒരു 11-11:30 സമയമായിരുന്നു അവിടെ മോതിരം മാറ്റലിൽ. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ അവിടെ കുറേ നേരം നിന്നു. അവിടെ പറമ്പിൽ കിടന്നൊരു തേങ്ങയും കൊണ്ട് കുഞ്ഞ് എൻ്റെ അടുത്ത് ഓടി വരുന്നതാണ്. അമ്മ തേങ്ങയെന്ന് പറഞ്ഞ്. എൻ്റെ കുഞ്ഞിനെ മനസ്സിലായെന്ന് തോന്നുന്നു അമ്മയ്ക്ക് തേങ്ങ ക്ഷാമമാണെന്ന്. എന്ത് ചെയ്യാനാ, പക്ഷേ പൊട്ട തേങ്ങയായി പോയി. നമ്മളവിടെ തന്നെ ഇട്ടിട്ട് വരികയും ചെയ്തായിരുന്നു. കുഞ്ഞെൻ്റെ മനസ്സറിഞ്ഞ് അവിടെ സഹായിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാറായപ്പോൾ നമ്മളെ വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ കിടന്നുള്ള തുള്ളലായിരുന്നു ഇതൊക്കെ. എനിക്ക് ഇറങ്ങിക്കിടന്ന് തുള്ളണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ സാരിയൊക്കെ ആയിരുന്നുകൊണ്ട് ശരിയാവില്ല, എനിക്ക് സാരി മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ് ഈ ഡാൻസ് കളിക്കുമ്പോഴൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സൈഡ് അടങ്ങി ഒതുങ്ങി നല്ല കുട്ടിയായിട്ടിരുന്നു. പിന്നെ നമ്മുടെ ചേട്ടന്മാർ കുറേ നേരം ഫ്രണ്ടിൽ കിടന്ന് തുള്ളലായിരുന്നു. എൻ്റെ അമ്മ ഇവിടെ കിടന്ന് ഇതിൻ്റെ ഇടയിലൂടെ നോക്കലായിരുന്നു. കാരണം അവന് വെളിയിൽ കിടന്നല്ലേ, റോഡിൽ കിടന്നല്ലേ കളിക്കുന്നത്. അപ്പോൾ അവ ഇങ്ങനെ നോക്കുകയായിരുന്നു. പിന്നെ ചേട്ടന്മാരൊക്കെ കളിച്ച് കുറേ കഴിഞ്ഞ് വണ്ടിയിലോട്ട് കയറി. നമ്മൾ ചേട്ടന്മാരുടെ ഡാൻസ് എങ്ങനെയുണ്ട് നോക്കി നോക്കും. കുറേ ടൈം പോയതേ അറിഞ്ഞില്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. കാരണം ആലോചിക്കും, ചേച്ചി വീഡിയോക്ക് എന്ത് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് ഇതൊക്കെ ഒരു മെമ്മറബിൾ അല്ലേ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ കാണുമ്പോൾ ആ ടൈമൊക്കെ എൻജോയ് ചെയ്യാം. ഇതുപോലെയൊക്കെ ആ ടൈം പിന്നെ നമുക്ക് കിട്ടത്തില്ലല്ലോ. ഈ വീഡിയോ ഇപ്പോൾ ഇല്ലായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ നമുക്ക് ആലോചിക്കാനേ പറ്റും. കാണുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടില്ലല്ലോ. അപ്പോൾ കരുതി എല്ലാം നമുക്ക് മെമ്മറി ചെയ്തിടാം. അപ്പോൾ യൂട്യൂബിലൂടെ ഇടുമ്പോൾ എൻ്റെ ഗാലറിയിൽ നിന്ന് എന്നായാലും ഇത് പോകും, സ്റ്റോറേജിൻ്റെ പ്രശ്നം കാരണം എന്നായാലും പോകും. അപ്പോൾ ഇതിൽ കിടക്കുമ്പോൾ എപ്പോഴായാലും നമുക്ക് എടുത്ത് നോക്കാമല്ലോ. അങ്ങനെയാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോസ് എല്ലാം എടുത്ത് എന്ത് ചെയ്യാം, വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്ത് ഒന്നിച്ചൊരു വീഡിയോ ആക്കി ഇടാമെന്ന് തന്നെ വിചാരിക്കുന്നത്. അങ്ങനെ കാടും മടലും എല്ലാം കൊണ്ടുവന്ന് ചേട്ടന്മാരവിടെ കിടന്ന് പുകിലാണ്. അവിടെ ഏത് ചെടികൾ കണ്ടാലും അവരുടെ കയ്യിൽ ചെടികൾ വേണം കളിക്കാൻ വേണ്ടി. കയ്യിലെന്തെങ്കിലും കൊല മുന്തിരിങ്ങ, ആ ഒരു ഇതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്തായാലും നല്ല വൈബായിരുന്നു മക്കളെ.
അങ്ങനെ പുറത്തുള്ള കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ അകത്തായിരുന്നു. വണ്ടിക്കുള്ളിലുള്ള ബഹളമായിരുന്നു. എൻ്റെ കുഞ്ഞൊക്കെ തുള്ളിച്ചാടലൊക്കെ ഇത് ഭയങ്കര ത്രില്ലിലായിരുന്നു. എന്ത് ചെയ്യാനാണ്, പക്ഷേ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ലാത്തണോണ്ട് അവനധികം കളിക്കാൻ പറ്റിയില്ല. അവൻ വന്ന് ഒതുങ്ങിയൊക്കെ നിൽക്കുമായിരുന്നു. എന്നാലും അത്യാവശ്യം അവൻ കിടന്ന് ആടിപ്പൊടിക്കുന്നുണ്ടായിരുന്നു. എന്താ പറയുക, അവന് ഈ ഡാൻസ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ പാട്ടിൻ്റെ അടുത്തൊക്കെ പ്രത്യേകിച്ച് ഇടിയുള്ള പാട്ടൊക്കെ അവന് ഭയങ്കര താല്പര്യമാണ്. ഇതിലുള്ള പാട്ട് സത്യം പറഞ്ഞിടാത്ത എനിക്ക് കോപ്പിറൈറ്റ് വരുമെന്ന് പേടിയുണ്ട്. കാരണം ചാനൽ ഇപ്പോഴാണ് ഒന്ന് മോണിറ്റൈസ്ഡ് ആയത്. കോപ്പിറൈറ്റൊക്കെ വന്നാൽ റിസ്ക് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇതിലുള്ള സോങ്സ് ഒന്നും സത്യം പറഞ്ഞ് ഇടാത്തത്. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെയുള്ള ഈ ഡാൻസിൻ്റെ കൂടെയുള്ളൊക്കെ എന്താ പറയുക, സോങ്ങൊക്കെ ഇടയിട്ട് അടിപൊളിയായിരിക്കുമായിരുന്നേ. എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. എന്താ പറയുക, അയ്യോ ഇത് പറയണേ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ. സെറ്റായിരുന്നു മക്കളെ. സത്യം പറഞ്ഞാൽ വീടെത്താറായി എന്നൊക്കെ ആലോചിച്ചപ്പം ഒരു ചെറിയൊരു സങ്കടമായിരുന്നു. കാരണം ആ സമയം അങ്ങ് പോയല്ലോ പെട്ടെന്ന്. ഒരു 4-5 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ അവിടുത്തെ സതീഷ് അണ്ണൻ്റെ വീട്ടിലൊക്കെ പോയി. അവിടുത്തെ ഊഞ്ഞാലാണ്. ആ ഊഞ്ഞാലിൽ കുറേ നേരം കഴിഞ്ഞു. എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ എന്ത് ചെയ്തു, വീട്ടിലേക്ക് വന്നു. കാരണം വരണ സമയത്ത് അത്യാവശ്യം ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.